LDF UDF കേരളത്തിലെ സംവിധാനം എനിക്ക് തോന്നുന്നു അതൊന്നും ആയിട്ട് അറിയാം. ഇവിടെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ UDF പിടിച്ചിരിക്കുന്നത്. അത് മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും, മുസ്ലിം ലീഗും ഒരുപക്ഷെ മാണി കോൺഗ്രസ് കേരള കോൺഗ്രസുമായിരുന്നു. കേരള കോൺഗ്രസ് അതിന്റെ മൊത്തം, അല്ലെങ്കിൽ UDF വരുമ്പോൾ അതിന്റെ മൊത്തത്തുക അങ്ങനെയായിരുന്നല്ലോ. അതിന്റെ ഭൂരിപക്ഷം വോട്ട് ആരുടെ? LDFന്റെ. ഇത് രണ്ടും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. BJP എന്ന് പറയുന്ന സാധനം ഇല്ല. അന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ, എൻ്റെ 5-4% വോട്ടിന്. അപ്പം അവരുടെ ഒരു വളർച്ച വരുന്നു, മനസ്സിലാവുന്നുണ്ട്. അവർ ഇപ്പം പിടിച്ചിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ അവർ മാക്സിമത്തിൽ ഒരു 17% വോട്ട് എന്ന് പറയുന്ന വോട്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് തന്നെ. ഇനി അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഇപ്പം പിടിച്ചതിനപ്പുറം അവരുദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ BJPയെ സഹായിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷ വോട്ടിന് അവർ പിടിച്ചതിനപ്പുറം ഭൂരിപക്ഷ ഏകീകരണം കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കിയുള്ള ജാതി ഈ രണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ഏകീകരണം പോലെ ഹിന്ദു ഏകീകരണം ഇവിടെ നടക്കത്തില്ല. ഈ 17% മാക്സിമം. അപ്പോൾ ഇനി അവർക്ക് വളരണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ കൂട്ടണം. അതിനകത്ത് BJPയുടെ കൂടെ എന്ത് വന്നാലും വരത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ മുസ്ലിങ്ങളെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ക്രിസ്ത്യൻ ഏകീകരണത്തിലേക്ക് ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഏകീകരണം അവിടെ സാധ്യമല്ലാതെ ആയി എന്നാണ് ഇപ്പം നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. ക്രിസ്ത്യാനി നല്ല വൃത്തിയായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറപ്പില്ല, വെറുപ്പില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് BJP ഞങ്ങളുടെ കൂടെ നിന്നാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. വോട്ട് വന്നപ്പോൾ നമ്മൾ കോട്ടയം പരിശോധിക്കുമ്പോൾ, ഇടുക്കി പരിശോധിക്കുമ്പോൾ, തീരദേശം പരിശോധിക്കുമ്പോൾ, മറ്റുപടത്തും പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ഉള്ളത് വടക്കോട്ടും പരിശോധിക്കുമ്പോൾ BJP താല്പര്യമെടുത്ത് അല്ലെങ്കിൽ സഭയുടെ നാന്ന് പറഞ്ഞിട്ട് നിർത്തിയ സ്ഥാനാർത്ഥികളെ പോലും അവർ തോൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് ഈ പ്രദേശങ്ങളിലൊക്കെ തീരദേശത്ത് UDFന് മുന്നേറ്റം, കോട്ടയത്ത് മുന്നേറ്റം, ഇടുക്കിയിൽ മുന്നേറ്റം, പത്തനംതിട്ടയിൽ മുന്നേറ്റം. അത് ക്രിസ്ത്യാനി ഉള്ളടത്തെല്ലാം മുന്നേറി. വടക്കോട്ടറിയാമല്ലോ, മുസ്ലിമിൻ്റെ അടുത്ത് അവിടെ മുന്നേറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.